Hello, friends. What is your primary motivation to come to stock market? നിങ്ങൾ എന്തിനാ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരുന്നത് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് നിങ്ങളെപ്പോൾ ആലോചിച്ചു? സോ ഓൾവേസ് മാർക്കറ്റ് ജീവിതത്തിലായാലും മാർക്കറ്റിലായാലും മാർക്കറ്റ് ഓൾവേസ് ഗിവ്സ് സർപ്രൈസസ് ആൻഡ് പാരഡോക്സസ് എന്താ പറയുക ഈ ഒരു എപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് സർപ്രൈസ് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അൺസർട്ടൻ മാർക്കറ്റിൽ നിങ്ങൾ വരുന്നതിൻ്റെ മോട്ടിവേഷൻ എന്താ നിങ്ങൾക്ക് ടു മേക്ക് മണി യുനോ. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കണ്ടതെന്ന് വെച്ചാൽ ഇന്നലത്തെ ഈ ബഡ്ജറ്റിന് ശേഷം നമ്മളെ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ബില്യൻ്റെ വർത്ത് ഓഫ് ഇന്ത്യൻ ഇക്വിറ്റീസ് ആണ് 2 ദിവസം കൊണ്ട് അവർ മാർക്കറ്റിൽ വിറ്റു. ഇത് ഗവൺമെൻറ്റിൻ്റെ ഇത്ര വലിയ ടാക്സ് റൈസ് ചെയ്ത് ഡെറിവേറ്റീവ്സ് മാർക്കറ്റിൽ ട്രേഡേഴ്സിനെയും ഇത്ര ഹൈ ടാക്സ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അത് ചെയ്തുകൊണ്ട് ഇവർ എഫ് ഐസ് ഒക്കെ വിറ്റുപോകുക. അവർ ഓൾറെഡി 5.1 ബില്യൺ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2 ദിവസമായിട്ട് 1 ബില്യൺ മാർക്കറ്റിൽ അവർ വിറ്റു. അത് വലിയ ആൾക്കാർ വെക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റിൽ താണത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെക്കുമ്പോൾ ഞങ്ങൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുന്നുണ്ട്, റീറ്റെയിലേഴ്സ് വാങ്ങുന്നുണ്ട്. ഇത് ആരെ റീറ്റെയിലേഴ്സ്? LIC അല്ലേ? LIC അല്ല റീറ്റെയിലേഴ്സ് നമ്മൾ കാര്യമായ ഗവൺമെൻറ്റിൻ്റെ അവർ വാങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിവേ അവർക്ക് എത്രമാത്രം മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗുഡ് ന്യൂസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഗുഡ് ന്യൂസ് വെച്ചാൽ നമ്മളെ ബില്യനർ ഗൗതം അഡാനിനെ എല്ലാ ദിവസവും നമ്മളെ ന്യൂസ് മേക്കറിൻ്റെ മാർക്കറ്റ് ഞങ്ങൾക്കറിയാലോ. ഇന്ന് അഡാനി ഗ്രീൻ എനർജീൻ്റെ Q1 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. Q1 പ്രോഫിറ്റ് ബമ്പർ പ്രോഫിറ്റ്, വെരി ഗുഡ് റിസൾട്ട്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ഐ ലൈക്ക് ദിസ് ബിസിനസ് മാൻ. ഇങ്ങനെയുള്ള നമ്പേഴ്സ് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഇന്ത്യയിലുള്ള ചുരുക്കം ബിസിനസ്സുകാരിലുള്ള ഒരാളാണ് നമ്മളെ ഈ ഗൗതം അഡാനി എന്ന് പറഞ്ഞാൽ. ഗൗതം അഡാനിൻ്റെ ഈ അഡാനി ഗ്രീൻ എനർജിയിൽ അവരെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് 6.2 ബില്യൺ റുപ്പീസായിട്ട് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 3.23 നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര പെർസെൻറ്റ്? 3.23 ബില്യണിന് ഇപ്പോൾ പ്രോഫിറ്റ് വന്നിട്ടുള്ള നമ്പർ എത്ര വെച്ചാൽ 6.29 ബില്യൺ റുപ്പീസ്. ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. അത് നിങ്ങൾക്ക് നാളെ മാർക്കറ്റിൽ കാണാൻ പറ്റും അഡാനി എങ്ങനെ പോകുന്നുള്ള കാര്യം. സോ ഇപ്പോൾ ഇവർ പറയുന്നത്, ഇവരെ ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഈ പവർ ഡിമാൻഡ് ഇനി ഭയങ്കര കൂടുന്ന പറയും. ഇത് എല്ലാ കൊല്ലവും 10% മുകളിൽ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. കാരണം നമുക്കറിയാലോ ഇപ്പോൾ ചൂടായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് കാലത്ത് കഴിഞ്ഞ 2 മാസം ഇപ്പോൾ ചൂടല്ലായിരുന്നു, ഇപ്പോൾ എല്ലാം മഴ വന്ന്. അന്നേരത്തെ എല്ലാവരും AC ഇട്ടിട്ട് എത്ര പവർ കൺസപ്ഷൻ, എല്ലാവരും AC ഉപയോഗിക്കുന്നത്, മറ്റേ ഫാന് ഇതുപോലുള്ള സകലം ഉപയോഗിച്ചിട്ട് പവർ കൺസപ്ഷൻ ഇപ്പം ഇന്ത്യയിൽ ഭയങ്കര കൂടുന്ന പറഞ്ഞു. എല്ലാ കൊല്ലവും 10% ഗ്രോ. അപ്പോൾ അഡാനി ഗ്രീൻ എനർജി എങ്ങനെ ഗ്രോ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അഡാനി ഗ്രീൻ എനർജിയുടെ സെയിൽ ഓരോ കൊല്ലം 22% കൂടുക എന്ന് പറയും. പവർ ബിസിനസ് ആണല്ലോ. സോ ഞാനിത് പറയാനുള്ള കാര്യം വെച്ചാൽ ഈ മാർക്കറ്റിൽ അങ്ങനെ ഒരു സീക്രട്ട് ഫോർമുല അല്ലെങ്കിൽ മാജിക് ട്രേഡിംഗ് മെത്തേഡ്സ് എനിക്ക് തരാൻ എനിക്ക് പറ്റില്ല. ഈ മാർക്കറ്റിലുള്ള സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ്, സക്സസ്ഫുൾ ട്രേഡേഴ്സ്, അവർ ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ദേ സീ ഇറ്റ് വെൻ അതേഴ്സ് ട്രൈ. പറഞ്ഞു മനസ്സിലായോ? ദേ സീ ഇറ്റ് വെൻ അതേഴ്സ് ട്രൈ. അവിടെയാണ് ഈ ഇതിൻ്റെ വലിയൊരു ട്രേഡേഴ്സിൻ്റെ ഒരു ഗുണം. ഞാൻ ഇന്നാളത്തിൽ എവിടെ വായിച്ചു, ഈ ട്വിൻ ടവർ അമേരിക്കയിൽ ഇത് ചെയ്തല്ലോ ബ്ലാസ്റ്റ് ചെയ്ത സമയത്ത് അതിന് മുന്നിൽ തന്നെ വലിയ ആൾക്കാർ അമേരിക്കയിൽ വലിയ കമ്പനിയെല്ലാം ഈ ഗോൾഡ്മാൻ സാക്സ് പോലത്തുള്ള കമ്പനി എല്ലാം ബിഗ് ഷോർട്ട് മാർക്കറ്റിൽ വലിയ പൈസ ഉണ്ടാക്കുന്നത്. അത് അവരെ കേടുന്ന ഇൻഫർമേഷൻ കിട്ടി ഈ ഇത് ടവർ ബ്ലാസ്റ്റ്. അതുപോലെ കഴിഞ്ഞതിൻ്റെ കുറച്ച് മുന്നിൽ ട്രംപിന് ആ ബുള്ളറ്റ് പോകുന്നതിനെ കിട്ടുമ്പോൾ ഏതെല്ലോ വലിയ ആൾക്കാർ ഭയങ്കര ഷോർട്ട് ചെയ്യുന്നു മാർക്കറ്റിൽ. എന്നിട്ട് അവർ വിചാരിച്ച് ഇത് ട്രംപിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഭയങ്കര ഫോൾ ഉണ്ടാകുന്ന വെച്ചത്. പക്ഷെ അത് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ദേ സീ ഇറ്റ് വെൻ അതേഴ്സ് ട്രൈ. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു റൂമർ ആയിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു ഞാൻ മാർക്കറ്റിൽ. അപ്പോൾ ഈ അഡാനീൻ്റെ ഒരു വലിയൊരു ബ്രദറാണ്, എന്താ പറയുക, ബ്രദർ എന്നല്ല പറയുന്നത്, അവരൊരു സിമിലർ ബിസിനസ് ചെയ്യുന്ന ആളാണ് നമ്മൾ JSW. ഇപ്പോൾ JSW എനർജിയും പിന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിന് 80% ഇയർ ഓൺ ജമ്പ് അവർ കൺസോളിഡേറ്റ് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ എനർജി കമ്പനീസൊക്കെ നന്നായി ചെയ്യും. എസ്പെഷ്യലി അഡാനിയുടെ എല്ലാ കമ്പനികളും നന്നായി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അഡാനിൻ്റെ ഷെയർ ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ അപ്പോൾ പറയുന്നുണ്ട്. അഡാനി എൻ്റെ അടുത്ത മാസം ഒരു വലിയൊരു ഒരു സ്റ്റോക്ക് ഓഫ് ദ മന്തായിട്ട് ഞാൻ കാണുന്നൊരു സ്റ്റോക്കാണ് അഡാനി. അഡാനി എൻ്റർപ്രൈസസും അഡാനി പോർട്ടും. സോ ഇനി നമുക്ക് ബാഡ് ന്യൂസ് പോവാം. നമ്മുടെ ഇന്ത്യയിലെ വലിയ റിയൽ എസ്റ്റേറ്റ് ആണ് DLFിൻ്റെ Q1 റവന്യൂ ഭയങ്കരമായി കുറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പറയുന്ന പ്രധാന കാരണം വെച്ചാൽ ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ വല്ലാണ്ട് പ്രൈസ് കൂട്ടിയിട്ട് ആൾക്കാർക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. ഇത് ഞാൻ കുറേ ദിവസങ്ങളായി പറയുന്നത് നമ്മളെ ഹൗസിങ്ങിൻ്റെ പ്രോബ്ലംസ് ഇല്ലേ. അപ്പോൾ ഇവർ ഡൽഹി പോലെയുള്ള വലിയ വലിയ സ്ഥലങ്ങളിൽ ഇവർ പ്രൈസ് കൂട്ടിയിട്ട് അവരെ 1% സെയിലും കൂടി ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അത് 4% ഫാൾ ഇൻ ക്വാർട്ടർലി റവന്യൂ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ മെയിൻലി കാരണം ഹൈ പ്രൈസസ് ഡെൻഡഡ് ദ സെയിൽ ഇൻ ദ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. ദാറ്റ്സ് എ പ്രൈമറി മാർക്കറ്റ് DLFിൻ്റെ. അപ്പോൾ ഏപ്രിൽ ജൂൺ ക്വാർട്ടറിൽ ഹൗസിംഗ് സെയിൽസ് നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ, അതായത് ഡൽഹി NCR നമ്മൾ പറയുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ 1% മാത്രമേ അത് ഗ്രോ ചെയ്തിട്ടുള്ളൂ. അത് ഒരു കൊല്ലത്ത് ഏറ്റവും സ്ലോവസ്റ്റ് ഏറ്റവും ചെറിയ ഗ്രോത്താന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇനിയും സെയിൽസ് കുറയാനാ സാധ്യതയായിരുന്നു. സെയിൽസ് ക്വാർട്ടറിൽ ഇനി കുറയാനാ സാധ്യത അവർ പറഞ്ഞു. അതുകൊണ്ട് അവരെ ഇബിറ്റ എല്ലാം വളരെ കുറവാണ്. ഇബിറ്റ എന്ന് വെച്ചാൽ അറിയാലോ, ഒരു ഫേമിൻ്റെ ഓവറോൾ പെർഫോമൻസ് ആണ് ഇബിറ്റ. അപ്പോൾ ഞാൻ അതിൻ്റെ എന്താ പറയുക, EV to ഇബിറ്റ അവരെ നോക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ് കാണുന്നത്. അതൊരു DLFിൻ്റെ ഒക്കെ. പിന്നെ വേറൊരു ബാഡ് ന്യൂസ്, ഇന്നെല്ലാം ബാഡ് ന്യൂസ് തന്നെ അധികം മാർക്കറ്റിൽ, ഗുഡ് ന്യൂസ് അധികം ഇല്ല. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിലെ മെയ്നി ഫാർമ എന്ന് പറഞ്ഞൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നമ്മളെ ഈ സൺഫാർമേനെ സ്യൂ ചെയ്തിട്ടുണ്ട് അമേരിക്കൻ കോർട്ടിൽ. അവർ പറയുന്നത് അവരൊരു ടാബ്ലറ്റ് ഉണ്ട്, അത് ഈ റിലേറ്റഡ് ടു വജൈനൽ പെയിൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റാണ്. അത് പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്സ് അമേരിക്കയിൽ ഇവർ സ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അവർ വലിയൊരു കേസ് കൊടുത്തിട്ടുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എങ്ങനെ സ്റ്റോക്ക് റെസ്പോണ്ട് ചെയ്ത് കാണാം. സൺഫാർമ അങ്ങനെ കുറയില്ല, എന്നാലും ഇങ്ങനെയുള്ള കേസുകൾ നമ്മളെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ എപ്പം ഒരു സുപരിചിതമാണല്ലോ. കാരണം നമ്മളെല്ലാ ഇവിടെ കോപ്പി കാറ്റാണല്ലോ, അപ്പം അങ്ങോട്ട് കേസ് കൊടുക്കുമല്ലോ. പിന്നെ നമ്മളെ ഇന്നലെ മറ്റേ നിർമ്മലാ സീതാരാമൻ്റെ ആ ബുള്ളിയനിൽ ഗോൾഡും സിൽവറിൻ്റെയും ടാക്സ് കുറച്ചുകൊണ്ട് ദുബായ് മാർക്കറ്റിൽ ഭയങ്കര കച്ചവടം കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ദുബായ് മാർക്കറ്റിൽ നിന്ന് ഇപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചുകൊണ്ട് ഇഷ്ടംപോലെ സിൽവറും ഗോൾഡൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ദുബായ് മാർക്കറ്റിൽ ഭയങ്കര ബിസിനസ് കാണുന്നുണ്ടെന്ന്. 6%, 15% 6% ആക്കില്ലേ. അതൊരു വലിയൊരു കാര്യം, ദുബായ്ക്കാർക്ക് ഗുണം ചെയ്തു. ഇന്ത്യക്കാർക്ക് ഗുണം ചെയ്തില്ലെങ്കിലും ദുബായിലെ ഗോൾഡ് കച്ചവടക്കാർ നമ്മളെ ഇന്ത്യക്കാരനാണ്, വേറെ എല്ലായിടത്തും. പിന്നെ നമ്മളെ ഇന്തോനേഷ്യ എന്താ വെച്ചാൽ നമ്മൾ ദുബായിനെ പോലെ ഇപ്പോൾ അവരും തുടങ്ങി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ജോക്കോ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ 10 മില്യൺ ഇൻവെസ്റ്റ് ചെയ്താൽ 10 കൊല്ലത്തെ ഗോൾഡൻ വിസ കൊടുക്കുന്നു. അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ലാർജസ്റ്റ് എക്കണോമി ആണല്ലോ ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ 10 കൊല്ലത്തെ ഗോൾഡൻ വിസ അവരും കൊടുക്കാൻ തുടങ്ങി. 5 ഇയർ ഗോൾഡൻ വിസ ഉണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് $2 മില്യൺ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ 10 കൊല്ലത്തെ വിസ കിട്ടും. 5 കൊല്ലത്തെ. പിന്നെ 5 മില്യൺ ഇൻവെസ്റ്റ് ചെയ്താൽ 10 കൊല്ലത്തെ വിസ കൂടെ. പറയുന്നത് വെച്ചാൽ ഇത് പിന്നെ ഇവർ പറയുന്നത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്ന് വെച്ചാൽ അവിടുത്തെ ജോബ് വളരെ കൂടും എന്നല്ല പറയുന്നത്, അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് കൂടുന്നല്ല ഇവർ പറയുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്കീംസ് കുറച്ച് കാലം മുമ്പ് ഈ കാനഡയും ബ്രിട്ടനും സിംഗപ്പൂറും ഒക്കെ കൊണ്ടുവന്നിരുന്നു ഈ സ്കീം. അതന്നെ, ഇതിലൊന്നും പുതിയൊന്നുമില്ല. അപ്പോൾ അവരെല്ലാം സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞത്. അവർ പറഞ്ഞു വെച്ചാൽ ഇത് ബ്ലാക്ക് മണി, പുറത്തുള്ള രാജ്യങ്ങളിൽ ഡ്രഗ് കാർട്ടലും മറ്റവനും ഇതൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരേ ഒരു മെത്തേഡായത്. കാരണം നിങ്ങൾക്ക് പൈസ കിട്ടുമോ, അവർക്ക് ഗോൾഡൻ വിസ കൊടുത്താൽ പൈസ ബ്ലാക്ക് മണി വന്നല്ലോ. ഇങ്ങനെയുള്ള പല ആൾക്കാരും ഗോൾഡൻ വിസ എടുത്തിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തോ, കുറേ പൈസ ദുബായിൽ കൊണ്ടുപോയിട്ടും അവിടെ ഇവിടെയും ഗോൾഡൻ വിസ കൊടുത്തിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ അവരെ ഇന്ത്യയിലുള്ള മണി ലോണ്ടറിങ്ങിന് വലിയ അവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ എക്കണോമി എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും പൈസ കിട്ടിയിട്ട് ഗവൺമെൻറ് ബോണ്ടിലും സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർ ഇന്തോനേഷ്യൻ ഗവൺമെൻറ് പറയുന്നുണ്ട്. ഇപ്പോൾ ദുബായ് ഗവൺമെൻറ്റും കുറേ ആൾക്കാർ നമ്മളെ ഇവിടെ ഇന്ത്യക്കാർ കുറേ ഗോൾഡൻ വിസയൊക്കെ കണ്ട പിക്ചറൊക്കെ ഞാൻ കണ്ടു. സോ ഇത് ഇന്നത്തെ മാർക്കറ്റ് ഇത്രയും എനിക്ക് പറയാനുള്ളത്. നാളെ ഇപ്പോൾ മാർക്കറ്റിൽ അഡാനി തന്നെ ആയിരിക്കും ഞാൻ കാണുന്നത് വലിയ സ്റ്റോക്ക്. പിന്നെ നാളെ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ലെറ്റ് us see how the market is going. So thank you very much for viewing my channel. Please do subscribe.